പറയൂ, എവിടെ പോവുകയാണ്? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനന്യ ഇനിഷ്യേറ്റീവ് ചാനൽ. എവിടെ പോവാ? നമ്മളിപ്പോ പോകുന്നത് എല്ലാരും പറഞ്ഞു ഗൈസ്. എല്ലാരും പറഞ്ഞോ? യെസ്, പഴനിക്കാണ് ഗൈസ്. പഴനിക്ക് പൊന്നു കൊടുക്കൂ. എവിടെയാ പോന്നെ? എന്താ പറയാനുള്ള വ്യൂവേഴ്സിനോട്? എന്താ പറയാനുള്ള? Broken but strong, gotta move on. You're not a vagary of life. Equip my soul, find the real gold. I'll fulfill what I started. ഗൈസ്, Fire went out, lights went down. When you feel lost in your shadow, don't feel alone. ഈ കാലിന് കയറിയിട്ട് ഇപ്പൊ സമയം 5 മണിയാവുന്നു. 5 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. കൊയിലാണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഇങ്ങനെ മാത്രമാണ് വരാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒരു ട്രെയിൻ മാർഗ്ഗമാണ് വരുന്നതെങ്കിൽ ഈ ഒരു സമയത്താണ് ഇവിടെ റീച്ച് ആവുക. ഇനി നമ്മൾ പോയിട്ട് റൂം എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് വേണം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബാക്കി നമുക്ക് പുറകെ കാണിച്ചു തരാം കേട്ടോ. രാവിലെ 7:15 കൊയിലാണ്ടിൽ നിന്ന് കയറിയതാണ്. ഇപ്പോൾ സമയം 5 മണിയായി ഞങ്ങളിവിടെ പഴനിയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് വേണം അമ്പലത്തിലേക്ക്. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊന്നും കാര്യമായിട്ട് അറിയില്ല. ചെന്ന് നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ കുതിര വണ്ടിയിൽ പോകാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളൊന്ന് ചെന്ന് നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ള. ഉണ്ണിയെ ആക്ച്വലി ഞങ്ങൾ നല്ല പന്ന അവസ്ഥയിലാണ്. കാരണം രാവിലെ കയറിയിട്ട് ഇത്രയും നേരം വെയിൽ കൊണ്ട് പൊരിഞ്ഞ് ആ ട്രെയിനിലിരുന്ന് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. സമയം 5 മണിയായി. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 6 മണിക്ക് എണീച്ച് 6:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 5 മണിയായി ഇവിടെ പഴനി എത്താൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ ഓട്ടോ അല്ലെങ്കിൽ ബസ്, അതുമല്ലെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് ആ കാളവണ്ടി അതിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ പഴനി പോകുന്നവർക്ക് മേ ബി കോഴിക്കോട് കൊയിലാണ്ടി വഴി ലൈക്ക് ആ ഒരു അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കും, അതല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പുറകെ കാണിച്ചു തരാം കേട്ടോ. 10 പേരിന്റെ മുകളിൽ 10 പേര് ഓട്ടോ നമ്മളവിടുത്തെ അങ്ങനെ പോകുന്നുണ്ടോ? പക്ഷെ നല്ല രസമുണ്ട്, നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ്. You said never let me go. 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 You said never let me go.
എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു 5 o'clock ആകുമ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് അത് കഴിഞ്ഞ് ഫ്രഷായി എല്ലാവരും പോകേണ്ട ഒരു ഹരിമറിയായിരുന്നു. അതുകൊണ്ടല്ല വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ്. നമുക്ക് അമ്പലത്തിലേക്ക് ഫോൺ അലോഡ് അല്ല. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ച് വന്നു, റൂമിലെത്തി. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പഴനിയിൽ വന്നു, തൊഴുത് കഴിഞ്ഞു. ഇനി തിരിച്ച് റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് അമ്പലം ക്ലോസ് ആയി. എല്ലാവരും പിന്നെ ഇവിടെ വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കണ്ടായിട്ടുണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ അപ്പോ ഇഷ്ടപ്പെട്ടോ? നിന്റെ മുഖം കണ്ടാലും ഇഷ്ടപ്പെട്ടു എന്ന് പറയും. വളരെ നന്നായിട്ട് ഉറങ്ങിയോ? കണ്ണുകളിൽ കാണാനുണ്ട്. നമ്മളെ രണ്ടാളെ കണ്ടാലും പറയും ഇതൊക്കെ. ഞാൻ എന്തായാലും സൗണ്ട് വേറെ ചെയ്യേണ്ടി വരും. മൈക്കില്ലാത്തതുകൊണ്ട് മൈക്ക് ഉണ്ടായിരുന്നില്ല, അത് യൂസ് ചെയ്തില്ല. എന്തായാലും കൊള്ളാലായിരുന്നു. വേറൊരു കൾച്ചർ, വേറൊരു സ്ഥലം. നമ്മൾ തിരിച്ച് നടക്കുന്ന തിരക്കിലാണ്. ഗോ ഫോർ എ വാക്ക്. സ്റ്റാറ്റസ് ഇടുന്ന തിരക്കിലാണോ? അപ്പം നമ്മൾ പഴനിന്ന് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. വരുമ്പോ നമ്മൾ ബാഗ് ഇട്ടതുകൊണ്ട് പോകുമ്പോ നമ്മൾ ബാഗ് ഇടുന്നില്ല. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് ലാസ്റ്റ്. എങ്ങോട്ടേക്ക് പോകുന്നത്? റെയിൽവേയിലേക്ക്. യൂണിയൻ കാറ് വേണത്ര. വാങ്ങിക്കളയാം. അപ്പോട്ടെ പോവല്ലേ? In the sunlight, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. അയ്യോ അത് വേഗം എടുത്തുണ്ടോ? ആസപ്പെട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു ഗൈസ്. ഞങ്ങളൊരു സ്റ്റോറി ഇടാൻ തുടങ്ങിയിട്ട്. പാട്ട് ഇതുവരെ കിട്ടിയില്ല. അതാണ് ഇനി ഇവിടുന്ന് 9:25 ട്രെയിൻ വരുന്നത്. പിന്നെ ട്രെയിൻ ഒന്നും മാറിക്കാറണ്ട. കോടന്നൂരല്ലേടി? ഓക്കെ. അവിടെ എത്തിയിട്ട് നമ്മള് കണ്ണൂർ എക്സ്പ്രസ്സിന് തിരിച്ച് നാട്ടിലേക്ക് പോകും.
വെയിൽ കൊണ്ട് സത്തു ഗൈസ്. കിട്ടിയോ? ഒരു പാട്ട് പറഞ്ഞോണ്ടാ സഹായിക്കൂ ഗൈസ്. അമ്മ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കേറുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റെപ്സ് അമ്പലത്തിലെത്തിയാലല്ല രസമുണ്ട്, പക്ഷെ നല്ല തിരക്കില്ലേനു? നല്ല തിരക്കുണ്ട്. ഇന്നലെ വന്ന ട്രാവലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഫുഡോ? ഓക്കെ ആണ് അമ്മമ്മ മൊത്തത്തില്? ഓക്കെ പറയാം. പറഞ്ഞു. പിന്നെ നമ്മൾ പളനി വന്ന് തിരിച്ചത് റിട്ടേൺ ആണ്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്തപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് 1 by 1 എല്ലാവരോടും ചോദിച്ചു നോക്കാം എന്താണ് എക്സ്പീരിയൻസ്. ഓക്കെ. ഹലോ. വരണമെന്നൊക്കെ ആദ്യം വിചാരിച്ചായിരുന്നു, പക്ഷേ ഇപ്പം വന്നിട്ടില്ല. ഇപ്പം വലിയൊരു നഷ്ടമായി പോയായിരുന്നു. നല്ലൊരു ടൈമിലാണ് വന്നതും. അവിടെ ഒന്ന് ഉത്സവമൊക്കെ നടക്കുന്ന ടൈമിലാണ് ഞങ്ങൾ എത്തിയത്. കുറേ കബഡിയാട്ടമൊക്കെ കണ്ട്. പിന്നെ സ്റ്റെപ്പ് കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്. കയറാൻ പറ്റുമോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റെപ്പ് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഈസിയായി കയറി. പക്ഷേ ഒരൊറ്റ വിഷമം, ഭക്ഷണം വലിയൊരു കഴിക്കാനൊന്നും തോന്നിയില്ല. അല്ലത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടാണ് ഭക്ഷണം കുറേ കരുതിയിരുന്നു കയ്യിൽ. അപ്പോൾ ഇങ്ങനെ ഫുഡൊന്നും ഇവിടുന്ന് കഴിച്ചില്ല. ഞങ്ങൾ കുറേയൊക്കെ കൊണ്ടുവന്ന് ബാക്കിയൊക്കെ സ്നാക്സും പിന്നെ പഴം അതൊക്കെ വെച്ച് നല്ലൊരു അനുഭവമായിരുന്നു. ഒക്കെ കാണാനും സന്തോഷം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. പോട്ടാ, അടുത്ത നമുക്ക് ആരാ? അനീഷ് എന്റെ ഡാഡി. അനീഷിനോട് ചെറിയൊരു ഇത് ചോദിക്കാം. എങ്ങനെ മൊത്തത്തിൽ ഓവറോൾ പറഞ്ഞു? ഓവറോൾ ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് മാമേനെ എടുത്തു പോവാം. ഇപ്പത്തോടെ പോട്ടാ. വെരി നൈസ്. ഓ നമസ്കാരം. നമസ്കാരം. പറഞ്ഞോളൂ. നമ്മള് മേമ പറഞ്ഞോളൂ. മേമയ്ക്ക് എന്തെങ്കിലും 2 വാക്കുകൾ പറഞ്ഞോളൂ. നന്ദി. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. ഓക്കെ, അനിലേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, എന്താണ് എക്സ്പീരിയൻസ് ഉറക്കെ പറഞ്ഞോളെ. 628 പടി. ആ പടി കയറി പിന്നെ വരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇറങ്ങണം. നല്ല ടാസ്ക് എടുത്താലും പിന്നെ അതേപോലെ തന്നെ ഫുഡ് പിന്നെ യാത്രയ്ക്കൊരു ബുദ്ധിമുട്ട്. നേരിട്ട് അവിടെ നിന്ന് കയറി നേരിട്ട് ഒരേ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തേക്ക് പോവാം. അവരെന്ത് പറയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോട് ചോദിച്ചോളൂ. അപ്പോടിനൊരു ഇൻട്രോ കൊടുത്തോളൂ. കാരണം അപ്പോട് ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആയിട്ട് ചോദിക്കൂ. ചോദ്യം ചോദിക്കൂ. ചോദ്യങ്ങൾ അവർക്ക് ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് എന്താ എക്സ്പെക്ട് ചെയ്തത്? എന്താ എക്സ്പെക്ടേഷൻ ഇത് തന്നെയാണ് അല്ലേ? ഒരുപാട് എക്സ്പെക്ട് ചെയ്തില്ല, അതുകൊണ്ട് ഒരുപാട് എന്താ അടുത്ത ട്രിപ്പിൽ എന്തെങ്കിലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനോ? തമിഴ്നാട്ടിലേക്കില്ല, അങ്ങനെ പറയരുത്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാണ്. അല്ലാണ്ട് ഈ നാടിനൊരു കുഴപ്പമില്ല, അടിപൊളിയാണ്. അവരുടെ കൾച്ചർ, പുതിയൊരു സ്ഥലത്ത് വന്നിട്ട് പുതിയൊരു കൾച്ചർ, പുതിയൊരു ഫുഡ്. ലൈക്ക് നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മിണ്ടിലാവുന്ന ഒരാൾക്കാരല്ല. ഫുള്ള് കേരള സ്റ്റൈൽ ഫുഡ് അല്ലെങ്കിൽ ആ ഒരു വൈബില് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ്. ഓക്കെ, ഒന്നും പറയാനില്ല. സൂപ്പർ. ഇവിടെ എല്ലാരും സംസാരിച്ചല്ലോ. എന്ത് നീ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു തന്നെ കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. ഒരു പഴം തിന്നായിരുന്നോ? പഴം പുഴുങ്ങി. അല്ല, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം എന്ന് പറയാൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ട്രാവൽ ചെയ്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല അതിനെ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ അത് എനിക്ക് എല്ലാ ഫുഡും കഴിക്കാത്ത ഒരു ആൾക്കാരായ, പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞങ്ങൾക്ക് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കഴിക്കാണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റൈൽ ഫുഡുകളൊന്നും നമുക്ക് അത്ര ഓക്കെ അല്ല, അതുകൊണ്ടാണ് കഴിക്കാണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ബ്രെഡ്, പഴം, പിന്നെ അതേപോലെ തന്നെ ജാം, ബ്രെഡും ജാമും പഴം ജാമും, അവില്, ഇങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ, കുറച്ച് ചിപ്സ്, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് വെച്ചാണ് ഇത്രയും നേരം സർവൈവ് ചെയ്തത്. പിന്നെ ഇന്നലത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ നല്ല ചോറും സാമ്പാറും
മാങ്ങ ഉപ്പിലിട്ടത്, അച്ചാറ്, കായിന്റെ ഉപ്പേരി. അതിപ്പോ ചിലപ്പോ വിശന്നിരിക്കുന്നോണ്ടായിരിക്കും അത് പറയുമ്പോ ഇത്ര ഒരു ഇത്. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കണേ തിരിച്ച് വൈകുന്നേരമല്ല രാത്രി ആവില്ല എത്താൻ. രാത്രി നമ്മൾ കണ്ണൂർ എക്സ്പ്രസിനാണ് പോകുന്നത്. അതെനിക്ക് തോന്നുന്നു കോയമ്പത്തൂരാണ് കാണിക്കുന്നതെങ്കിലും അത് കോയമ്പത്തൂരേക്ക് പോകുന്നില്ല, കോടന്നൂരാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് കൊത്തന്നൂരല്ല, അപ്പോൾ കോടന്നൂർ എന്നുള്ള എന്തോ ഞാൻ പ്രൊനൗൺസ് എന്തോ തെറ്റാണ്. കോടന്നൂർ വെച്ചിട്ടാണ് പിന്നെ അടുത്ത ട്രെയിൻ മാറിക്കുന്നത്. വരുമ്പോൾ നമ്മൾ ടിക്കറ്റ് ഡയറക്റ്റ് എടുത്തിട്ട് വന്നായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഇവർ സ്റ്റേഷൻ എടുക്കുമ്പോൾ പറഞ്ഞു ഇല്ല, നമുക്ക് അവിടം വരെ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി ടിക്കറ്റ് കണ്ണൂർ എക്സ്പ്രസിൻ്റെ നമ്മൾ അവിടെ പോയിട്ട് വേണം പർച്ചേസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളൊരു വൈകുന്നേരം ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ഡെയിലി വർക്കിന് പോകുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് കയറുന്ന സെയിം ട്രെയിൻ തന്നെയാണ് കണ്ണൂർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അതൊരു 6:30, ശരിക്കും എൻ്റെ ടൈം 6:15, പക്ഷെ അത് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഒരു 6:30 പറയാൻ പറ്റൂല, ചില ദിവസങ്ങളിൽ 7 മണി ആവാറുണ്ട് കോഴിക്കോട് എത്താൻ തന്നെ. അല്ലെങ്കിൽ അത് കറക്റ്റ് ടൈമിലാണ് വരുന്നതെങ്കിൽ ഒരു 6:45, 7 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കൊയിലാണ്ടി എത്തും. അപ്പോൾ കൊയിലാണ്ടി എത്തിയിട്ട് എൻ്റെ മനസ്സ് നിറച്ച്, എൻ്റെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും മനസ്സ് നിറച്ച് മന്തി. അവിടെ എത്തിയിട്ട് നമ്മൾ പെട്രാസിൽ എത്തിയിട്ട് മന്തി കഴിക്കുന്നതാണ് മനസ്സ് നിറച്ചുള്ളത്. ഉച്ചയ്ക്ക് എന്തായാലും അമ്മ ചിരിക്കുന്നത് പട്ടിണിയാണെന്നല്ല ഞങ്ങൾ പറയുന്നത്, പട്ടിണിയാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ചിലവർക്ക് എന്താ പറയുക, ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചാൽ വിശപ്പൊക്കെ മാറും. പക്ഷെ നമുക്ക് ഈ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് നല്ല ചോറ്, രാത്രി വീണ്ടും എഗെയിൻ സാധാരണ ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാവും. പക്ഷെ നമുക്ക് അതൊന്നും പറ്റൂല. രാത്രി നമുക്ക് ചോറ് കഴിച്ചിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച ചോറാണ്, ഇന്ന് രാത്രി ആവണം മന്തി കഴിക്കണമെങ്കിൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാനിങ്ങനെ പുറകെ കാണിച്ചു തരാം കേട്ടോ. ഇതെന്തായാലും ഒരു മൈക്ക് വാങ്ങണം. മാഡ് ആംഗിൾസ്, പക്ഷെ എൻ്റെ മാഡ് ആംഗിൾസിൻ്റെ ഇത് പോയത് കാരണം ഞാൻ മാഡായി. ഗായ്സ്, നമുക്ക് അവസാനം മന്തി കിട്ടി ഗായ്സ്. ആ മരുഭൂമിയിൽ മഞ്ഞ് വീണപ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ അളിയാ, അത് വേറെ മൂടാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും മന്തി തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീഡിയോസായിട്ട് വീണ്ടും തിരിച്ചു വരുന്നത്. ഒന്നല്ല, നല്ല മടി തന്നെയാണ് കാരണം. പിന്നെ ഇത് ഡ്രാഫ്റ്റിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇത് കുറേ മുമ്പത്തെ ഒരു ട്രാവൽ വ്ളോഗാണ് ഇത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.